നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം വീണ്ടും തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ കടുത്ത ആശങ്കയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. കൂടുതൽ നിയന്ത്രണങ്ങൾ നൽകി കോവിഡ് വ്യാപനം ശക്തമാക്കുകയാണ് ലക്ഷ്യം. ഇതിനു പിന്നാലെ ബഹ്റൈനിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ലംഘിച്ചാൽ തടവും പിഴയും ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പൊതു ഇടങ്ങളിൽ 5-ലധികം പേർ കൂട്ടം കൂടിയാൽ ശിക്ഷ 3 വർഷം വരെ തടവും 5000 ദിനാർ വരെ പിഴയും ഈടാക്കുമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ മാർച്ചിൽ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമാകുന്നത്. റോഡുകൾ, തെരുവുകൾ, ബീച്ചുകൾ, മറ്റ് പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ 5-ലധികം പേരുടെ ഒത്തുചേരൽ നിരോധിച്ചുകൊണ്ടാണ് ബഹ്റൈൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ കോവിഡ് രോഗവ്യാപനത്തെ ചെറുക്കാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. നിയമം ലംഘിക്കുന്നവരോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും കാണിക്കുന്നതല്ല. ഇതേസമയം കഴിഞ്ഞ ദിവസം 1143 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിഞ്ഞ ഒരാൾ കൂടി മരിച്ചു. 792 പേർക്കാണ് രോഗമുക്തി ലഭിച്ചിട്ടുള്ളത്. 10,615 പേർ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരിൽ 72 പേരുടെ നില ഗുരുതരമാണ്. കോവിഡ് ബാധിച്ച 548 പേരാണ് ഇതുവരെ രാജ്യത്ത് മരണപ്പെട്ടിട്ടുള്ളത്. രാജ്യത്ത് വാക്സിൻ എടുത്തവർക്ക് മാത്രം റമദാനിൽ പ്രാർത്ഥനകൾക്കായി പള്ളികളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. വെള്ളിയാഴ്ചയിലെ ജുമുഅ പ്രാർത്ഥന, രാത്രിയിലെ ഇശാ, തറാവീഹ് നമസ്കാരങ്ങൾ എന്നിവയ്ക്കാണ് റമദാൻ 1 മുതൽ വിശ്വാസികൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കുക. ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിയുകയോ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടുകയോ ചെയ്തവർക്കായിരിക്കും പ്രവേശനം. ഇത് വ്യക്തമാക്കുന്ന തെളിവ് ബി എവെയർ മൊബൈൽ ആപ്പിൽ ലഭ്യമാക്കണം. എങ്കിൽ മാത്രമേ പള്ളികളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.